വാളുകൊണ്ട് തുറക്കാൻ കഴിയാത്ത കോട്ട സാമൂതിരി സ്വർണം കൊണ്ട് തുറന്നു. ഇന്ന് നമ്മളാഘോഷിക്കുന്ന കോഴിക്കോട് നഗരമുണ്ടായത് യുദ്ധം ജയിച്ചല്ല, കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചതി നടത്തിയപ്പോഴാണ്. വില 10,000 സ്വർണ്ണ നാണയങ്ങൾ. 800 വർഷം മുൻപ് സാമൂതിരിക്ക് കച്ചവടം ചെയ്യാൻ കടൽ വേണം. പക്ഷേ വഴിമുടക്കി നിൽക്കുന്നത് പോളനാട് എന്ന രാജ്യം. അതിനെ ഭരിക്കുന്നത് വീരനായ പോർലാതിരി. ഒന്നല്ല രണ്ടല്ല 48 വർഷം സാമൂതിരി പട നയിച്ചു. പക്ഷേ പോളനാടിന്റെ കോട്ടവാതിൽ അനങ്ങിയില്ല. 2 തലമുറ തോറ്റുമടങ്ങിയ നിമിഷം അവിടെയാണ് സാമൂതിരി തന്ത്രം മാറ്റിയത്. യുദ്ധം ജയിക്കാൻ ആയുധം വേണ്ട, കൈക്കൂലി മതി. പോർലാതിരിയുടെ വിശ്വസ്തനായ മന്ത്രിയുടെ മുന്നിലേക്ക് ആ സ്വർണ്ണക്കിഴി വെച്ചുനീട്ടി. 48 വർഷത്തെ വിശ്വസ്തത ആ സ്വർണത്തിന്റെ തിളക്കത്തിൽ ഉരുകിപ്പോയി. അന്ന് രാത്രി സ്വന്തം മന്ത്രി തന്നെ ശത്രുവിന് കോട്ടവാതിൽ തുറന്നുകൊടുത്തു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. പോളനാടിന്റെ പടിയിറങ്ങുമ്പോൾ പോർലാതിരി നൽകിയ ആ ഭീകരമായ ശാപം എന്തായിരുന്നു? ആ ശാപം ഇന്നും കോഴിക്കോടിനെ വേട്ടയാടുന്നുണ്ടോ? ചരിത്ര പുസ്തകങ്ങൾ പറയാൻ മടിച്ച കോഴിക്കോടിന്റെ രക്തം പുരണ്ട യഥാർത്ഥ ചരിത്രം സിനിമയെ വെല്ലുന്ന ത്രില്ലർ പോലെ കാണാൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. സത്യം നിങ്ങളെ ഞെട്ടിക്കും.